ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ അയോണിക് ആണ്. ഇംഗ്ലീഷിൽ അയോണിക് 5 എന്ന് പറയും, മലയാളത്തിൽ വേണമെങ്കിൽ അയോണിക് 5 എന്നും പറയാം. ഇതാണ് വണ്ടി. ഈ വണ്ടിയുടെ വോക്ക് അറൗണ്ട് വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വോക്ക് അറൗണ്ട് ചെയ്തത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്സിൻ്റെ അത് സ്ക്വയർ ഡിആർസ് ആൻഡ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് ഇലിമിനേറ്റ് ചെയ്യും വണ്ടി പോകുന്ന സമയത്ത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സെൻസേഴ്സ് ആക്റ്റീവ് ഫീൽഡ് കാണാം. പിന്നെ വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ ക്യാമറ ഉണ്ട്. പിന്നെ റെയിൻ സെൻസിങ്, വൈപ്പർ സെറ്റപ്പ്, കുറച്ച് സെൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ലൊരു ബോൾഡ് ഡിസൈനാണ്. ഈ വണ്ടി ഒരു 4600 mm ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ലെങ്ത് ഒരു 3000 mm വീൽ ബേസ് ഉണ്ട്. ഇതാണ് അലോയ്സ്. അലോയ് ഡിസൈനൊക്കെ കൊള്ളാം. 19 ഇഞ്ച് അലോയ്സ് ആണ് ഇതിന് വരുന്നത്. ഇതൊരു നോർമൽ അയോണിക് 5 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഏറ്റവും ബേസ് വേരിയന്റ് ആണ് ഇതിൻ്റെ. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിൻ്റെ അതൊരു 325 ഹോഴ്സ് പവറിന്റെ മോട്ടറാണ് ഇരിക്കുന്നത്. ഇന്റീരിയർ ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം, ബട്ട് സ്റ്റിൽ സംവെയർ ഇറ്റ്സ് എ പ്രീമിയം ലുക്ക് തരുന്ന ഒരു വണ്ടിയാണ്. ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്, ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇതാണ് ഡോർ ഹാൻഡിൽസ്. മറ്റേ ഇതാണ് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും. ഇതിന് സൺറൂഫ് ഉണ്ട്. ഇതാണ് ബാക്ക് എന്നുള്ള ലുക്ക്. കാണാൻ അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു വണ്ടിയാണ്. ഇതാണ് ടെയിൽ ലൈറ്റ്സ്, ഫുൾ ടെയിൽ ലൈറ്റ് ഫുൾ ഇലുമിനേറ്റ് ചെയ്യും. ബാക്കിൽ സ്റ്റോപ്പ് ലാംപ്സ് ഉണ്ട്, സെൻസേഴ്സ്, റിഫ്ലക്ടേഴ്സ്, അങ്ങനെയൊക്കെ കൊള്ളാം. ഈ വണ്ടി നമുക്കൊരു 84 kWh ബാറ്ററി പാക്കിലും വരുന്നുണ്ട്. 58 ഉണ്ട്. പിന്നെ 77.5 kWh ബാറ്ററി പാക്കിലാണ് ജർമ്മനിയിൽ ഇറങ്ങുന്നത്. ഇതാണ് ചാർജിങ് പോർട്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. 350 kWh DC ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ 10 to 80% വെറും 18 മിനിറ്റ്സിൽ ചാർജ് ആവും. ഞാൻ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഇതിന്റെ ഹൈ എൻഡ് വേരിയൻസിൽ ഇവിടെ പകരം നമുക്ക് ക്യാമറാസ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു സ്ക്രീനിങ് കാണും. ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക്. ഇതിനൊരു എൻലൈൻ എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്. അതാണ് ഇത്. ഇത് കുറച്ചും കൂടി സ്പോർട്ടിയർ ട്രിം. നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ബമ്പേഴ്സിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഇർവിൻ്റെയൊക്കെ ഉണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ എൻലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിൽ സ്റ്റീറിംഗില് ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ടറിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. കണ്ട, കുറച്ച് റെഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിലും വ്യത്യാസങ്ങളുണ്ട്. ഇതിന് 20 ഇഞ്ചിന്റെ അലോയ് വീലാണ്. ഇതിന് ഏകദേശം 325 ഹോഴ്സ് പവറിന്റെ മോട്ടർ തന്നെയായിരിക്കും ഓൾ വീൽ ഡ്രൈവിൽ. റെയർ വീൽ ഡ്രൈവിൽ എൻ്റെ റിക്കമെൻഡ് ശരിയാണെങ്കിൽ 250 ഹോഴ്സ് പവറിന്റെ മോട്ടറാണെന്നാണ് ഒരറിവ്. സെയിം ബാറ്ററി പാക്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്താകെ ഡിസൈൻ വൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡ് കാണാനായിട്ട് നമുക്ക് ഇതിൽ കൂടെ നടന്നു പോകണം. ഇവിടെയും കുറച്ച് വെന്റിബിൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡിഫ്യൂസർ ഒക്കെ പോലെ ഉണ്ട്. വലിയ വ്യത്യാസമല്ല. ഇത് റെയർ വീൽ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ബാഡ്ജിങ് ഒന്നും കാണാനില്ല. ബട്ട് സ്റ്റിൽ ലുക്സ് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വണ്ടി. അത്രയേ ഉള്ളൂ. അതാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്സ്. പിന്നെ അയോണിക് 5N എന്ന് പറഞ്ഞിട്ടൊരു വേർഷൻ ഉണ്ട്. അത് ഇതിനേക്കാളും സൂപ്പർ വണ്ടിയാണ്. അതിൻ്റെ അകത്തൊരു 609 ഹോഴ്സ് പവറിൻ്റെ ഒരു ഇലക്ട്രിക് മോട്ടർ, പിന്നെ ഗ്രീൻ ബൂസ്റ്റ് വെച്ചിട്ട് നമുക്ക് 641 ഹോഴ്സ് പവർ വരെ ബൂസ്റ്റ് ആവും. പിന്നെ ഈ വണ്ടിയുടെ ഇൻ്റഗ്രേറ്റഡ് ചാർജിങ് കൺട്രോൾ മൊഡ്യൂൾ ICCUവിൽ ഇടയ്ക്ക് ഇൻറ്റേർണൽ ഡാമേജ് വരാറുണ്ട്. അതുകൊണ്ട് ഒരു ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആകാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു റീകോൾ ഉണ്ടായിരുന്നു.
ബട്ട് അത് ഹ്യുണ്ടായി വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അത്രയുള്ള നമ്മുടെ അയോണിക് 5ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.